ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഗാസയുടെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ. ലോകം ചർച്ച ചെയ്ത് ജോർദാൻ വിമാനത്താവളത്തിൽ നിന്ന് പകർത്തിയ ആ ദൃശ്യങ്ങളിലേക്ക്. ഉത്തരകാശി ധരാലിയിലെ മേഘവിസ്ഫോടനത്തിലും മണ്ണിടിച്ചിലും കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 8 സൈനികരടക്കം 100ഓളം പേരെ കാണാതായി. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി വിനോദസഞ്ചാരികളടക്കം ഒട്ടേറെ പേർ. ഗാസയിൽ പൂർണ്ണ അധിനിവേശത്തിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേലി സുരക്ഷാ മന്ത്രിസഭാ യോഗം ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിൽ മാറ്റിവെച്ചു. ഹീറ്റ് പമ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന 2 വ്യാജ പരസ്യങ്ങൾ കൂടി യുകെയിലെ പരസ്യ നിരീക്ഷണ ഏജൻസി നിരോധിച്ചു. ദുബായിൽ ഇനി പഴയ പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും മാത്രമല്ല, ഉപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങളും ദാനം ചെയ്യാം. ഡൊനേറ്റഡ് യുവർ ഓൺ ഡിവൈസ് പ്രചരണ പരിപാടിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമിട്ടു. ഇന്ത്യ റഷ്യ സഹകരണത്തിനെതിരെ US നിലപാട് ഘടിപ്പിക്കുന്നതിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിൽ. വാർത്തകൾ വിശദമായി. ഗാസയുടെ ഇപ്പോഴത്തെ ആകാശ ദൃശ്യങ്ങൾ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ആകാശത്തു നിന്ന് നോക്കുമ്പോൾ പുരാതന നാഗരികതയുടെ അവശിഷ്ടങ്ങൾ പോലെയാണ് ഇപ്പോൾ ഗാസ. ഇസ്രയേലി സൈനിക നടപടികൾ ഗാസയെ തകർത്തു തരിപ്പണമാക്കി കളഞ്ഞു. ഗാസയിൽ ഏകോപിച്ച മാനുഷിക സഹായവുമായി എത്തിയ ജോർദാൻ സൈനിക വിമാനത്തിൽ നിന്നും പകർത്തിയ കാഴ്ചകൾ തകർന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ കൂമ്പാരങ്ങൾ, ഗർത്തങ്ങൾ, തകർന്നു എങ്ങുമെത്താത്ത റോഡുകൾ എന്നിവയാണ്. ഗാസ നഗരം മൊത്തത്തിൽ തുടച്ചു നീക്കപ്പെട്ടു. ആ ദൃശ്യങ്ങളിലേക്ക്. മണ്ണിടിച്ചിലും കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 8 സൈനികരടക്കം 100ഓളം പേരെ കാണാതായി. 4 മരണം സ്ഥിരീകരിച്ചു. വിനോദസഞ്ചാരികളടക്കം ഒട്ടേറെ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഗംഗോത്രി യാത്രക്കിടെ വിശ്രമിക്കാൻ നിർത്തുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. 7 കിലോമീറ്റർ അകലെ ഹർഷിയിലുള്ള സൈനിക ക്യാമ്പ് തകർന്നാണ് സൈനികരെ കാണാതായത്. ഷാർജ ഹോർഫക്കാന് റിക്ടർ സ്കെയിലിൽ 2.0 തീവ്രത രേഖപ്പെടുത്തിയ ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി 8:35-നാണ് സംഭവം. ഭൂചലനം 5 കിലോമീറ്റർ ആഴത്തിലാണെന്നും UAE നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചു. പ്രദേശത്തെ താമസക്കാർക്ക് നേരിയ തോതിൽ പ്രകമ്പനം അനുഭവപ്പെട്ടെങ്കിലും ഇത് രാജ്യത്ത് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കി. സാധാരണയായി UAE-ൽ നേരിയ ഭൂചലനങ്ങൾ അപൂർവമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ. ജിദ്ദയിലെ അബ്ഖൂർ കടൽ തീരത്ത് ഡൈവിംഗിനിടെ സൗദി മുങ്ങൽ വിദഗ്ധൻ മുങ്ങിമരിച്ചു. തിരമാലയിൽപ്പെട്ട് ഒരു ഡൈവറെ കാണാതായി. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഡൈവർ ഫഗദ് അറഫാത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്തിരുന്ന വിസാം മൻസൂർ അൽ ഫറിനായി തിരച്ചിൽ തുടരുകയാണ്. ഒന്നിച്ചുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായത്. കാണാതായ ആൾക്കു വേണ്ടി രക്ഷാപ്രവർത്തകരും വോളണ്ടിയർ ഡൈവർമാരും തിരച്ചിൽ തുടരുകയാണ്. സോണാർ ഉപകരണങ്ങൾ, ആളില്ല അണ്ടർ വാട്ടർ വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പരിശോധന. ഇന്ത്യ നല്ലൊരു വ്യാപാര പങ്കാളിയല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനം. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്കുമേലുള്ള തീരുവ കാര്യമായ തോതിൽ വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അതിനുമേൽ പിഴയും ഈടാക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ഈ മാസം 1-ന് ട്രംപ് ഒപ്പിട്ടിരുന്നു. അതിനു പിന്നാലെയാണ് വീണ്ടും തീരുവ കൂട്ടുമെന്ന പ്രഖ്യാപനം. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗാസ പൂർണ്ണ അധിനിവേശത്തിനുള്ള തന്ത്രങ്ങൾ ഇസ്രായേലി ജനതയുടെ പ്രതിഷേധത്തെ തുടർന്ന് പാളിയതായി റിപ്പോർട്ട്. പൂർണ്ണ അധിനിവേശത്തിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേലി സുരക്ഷാ മന്ത്രിസഭാ യോഗം പദ്ധതി പ്രായോഗികമാണോ എന്നതിനെ ചൊല്ലി വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ മാറ്റിവെച്ചു. ഹമാസുമായുള്ള 22 മാസത്തെ വെടിനിർത്തൽ ചർച്ചകൾ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കെ പലസ്തീൻ പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിപുലമായ ആക്രമണം പ്രധാനമന്ത്രി പരിഗണിക്കുന്നുണ്ട് എന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പ്രാദേശിക അന്താരാഷ്ട്ര മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. എന്നിരുന്നാലും ഈ പദ്ധതി ഹമാസിന്റെ കൈവശമുള്ള ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ഇസ്രായേലിനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്നുമുള്ള ആശങ്കകൾ തുടർന്നാണ് പ്രത്യേക സുരക്ഷാ യോഗം മാറ്റിവെച്ചത്. ഹീറ്റ് പമ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന 2 വ്യാജ പരസ്യങ്ങൾ കൂടി യുകെയിലെ പരസ്യ നിരീക്ഷണ ഏജൻസി നിരോധിച്ചു. ഒരു ആഴ്ച മുമ്പ് ഉപഭോക്താക്കൾക്ക് കുറഞ്ഞത് 500 പൗണ്ട് ചിലവിൽ ഹീറ്റ് പമ്പ് സ്ഥാപിക്കാമെന്ന് അവകാശപ്പെട്ട ഒക്ടോപസ് എനർജിയുടെ പരസ്യമാണ് പരസ്യ നിയന്ത്രണ അതോറിറ്റിയുടെ നിരോധനത്തിന് വിധേയമായത്. പാരീസ് യുദ്ധസ്മാരകത്തെ അപമാനിച്ചതിന്റെ ഞെട്ടലിലാണ് ഫ്രാൻസ്. പാരീസ് യുദ്ധസ്മാരകത്തിലെ തീയിൽ നിന്നും സിഗരറ്റ് കൊളുത്തിയ അജ്ഞാത സ്വദേശിക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്നും പ്രോസിക്യൂഷൻ വിഭാഗത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫ്രഞ്ച് വൈററ്റ്സ് ആൻഡ് മെമ്മോറിയൽ മന്ത്രി പെട്രീഷ്യ മിറാലസ്.
ആർക്ക് ഡെ ഡിഫ്രൈൽ അങ്കണത്തിലെ തീയിൽ നിന്നും സിഗരറ്റ് കൊളുത്തുന്ന പുരുഷന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഈ വ്യക്തിയെ അടിയന്തരമായി കണ്ടെത്തി അയാൾക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി താൻ പാരീസ് സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർമാർക്ക് മുമ്പാകെ ഉടൻ കേസ് ഫയൽ ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. അയർലൻഡ് അടക്കമുള്ള അംഗരാജ്യങ്ങൾ ഇയുവിന്റെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. AI മോഡലുകൾ സുരക്ഷിതവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കണമെന്ന് നിർമ്മാതാക്കളോട് ആവശ്യപ്പെടുന്നതാണ് പുതിയ നിയമം. AI ഉപകരണങ്ങൾ നൽകുന്ന കമ്പനികളെ നിരീക്ഷിക്കുന്നതിന് സർക്കാർ സംവിധാനം നിയമവും അനുശാസിക്കുന്നു. ഈ മേഖലയെ കെട്ടഴിച്ചുവിടാൻ US തയ്യാറാകുന്ന സാഹചര്യത്തിലാണ് യൂറോപ്പ് AIക്ക് മേൽ പിടിമുറുക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് EU AI നിയമം പ്രാബല്യത്തിൽ വന്നത്. ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഫ്രാൻസുമായുള്ള അഭയാർത്ഥി കരാറിന്റെ ഗതാഗത ചെലവുകൾ UK വഹിക്കുമെന്ന് റിപ്പോർട്ട്. അതായത് 1 in 1 out കരാർ പ്രകാരം അഭയം തേടുന്നവരെ ഫ്രാൻസിലേക്ക് തിരിച്ചും കൊണ്ടുപോകുന്നതിനുള്ള ചെലവുകൾ UK വഹിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത വർഷം ജൂൺ 11-നകം കരാർ പുതുക്കേണ്ടി വരും. ഇരു കക്ഷികൾക്കും 1 മാസത്തെ നോട്ടീസ് നൽകിയാൽ കരാർ അവസാനിപ്പിക്കാമെന്നും സർക്കാർ പരസ്യമാക്കിയ രേഖകൾ വ്യക്തമാക്കുന്നു. ന്യൂസിലാൻഡിൽ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ 9 വർഷത്തെ കാലയളവിൽ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തുകയാണെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ റിപ്പോർട്ട്. തൊഴിൽ വിപണിയെ ബാധിച്ച മാന്ദ്യത ഇപ്പോഴും തുടരുകയാണ്. പുതിയ നിയമനത്തെക്കാളും കൂടുതലാണ് പിരിച്ചുവിടൽ സംഭവിക്കുന്നത്. ഇക്കഴിഞ്ഞ 2 വർഷത്തിനിടെ 40,000 പേർക്കാണ് തൊഴിലുകൾ നഷ്ടപ്പെട്ടത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കെൻസ്കോഫിലെ അനാഥാലയത്തിൽ നിന്നും തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ മോചിപ്പിക്കാൻ ഹെയ്തിയോട് അയർലൻഡ് ആവശ്യപ്പെട്ടു. ഒരു ഐറിഷ് മിഷണറിയും 3 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടെ 8 പേരെ തോക്കുധാരികൾ കൊണ്ടുപോയത്. ഇവരുടെ മോചനം ഉറപ്പാക്കാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് അയർലൻഡ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഐറിഷ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിഷ് ഹെയ്തിയൻ വിദേശകാര്യമന്ത്രിയുമായി രാത്രി മുഴുവൻ സംസാരിച്ചുവെന്നും സർക്കാർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആഗസ്റ്റ് 30 ശനിയാഴ്ച റോദർഹാം ആൻവേഴ്സ് തടാകത്തിൽ വെച്ച് നടക്കുന്ന യുക്മ ഫസ്റ്റ് കോൾ കേരള പൂരം വള്ളംകളിയുടെ വനിതാ വിഭാഗത്തിൽ ഇത് ആദ്യമായി 12 വനിതാ ടീമുകൾ പങ്കെടുക്കുന്നു. യുക്മ കേരളപൂരം വള്ളംകളിയിൽ ആരംഭിച്ച 2017 മുതൽ വനിതാ വിഭാഗം മത്സരങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇത് ആദ്യമായാണ് 12 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നത്. യുക്മ ഫസ്റ്റ് കോൾ കേരളപുരം വള്ളംകളി 2025 ഏറ്റവും ഭംഗിയായി നടത്തുവാനുള്ള ക്രമീകരണങ്ങളാണ് നടന്നു വരുന്നതെന്നും യുക്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ, ട്രഷറർ ഷീജോ വർഗീസ് എന്നിവർ അറിയിച്ചു. യുക്മ ട്രോഫിക്ക് വേണ്ടിയുള്ള 7ാമത് വള്ളംകളി മത്സരത്തിന്റെ വിഭാഗത്തിൽ 32 ടീമുകളാണ് പങ്കെടുക്കുന്നത്. നോർത്ത് വെൽസിലെ വളരെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ വിനിഫ്രെഡിന്റെ അത്ഭുതകുളം സ്ഥിതി ചെയ്യുന്ന ഹോളിവെൽ തീർത്ഥാടനം ഈ മാസം 17 ഞായറാഴ്ച നടക്കും. റെക്സം രൂപത കേരള കമ്മ്യൂണിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഹോളിവെൽ തീർത്ഥാടനം. 17 ഞായറാഴ്ച 2:30 റെക്സം രൂപത കേരള കമ്മ്യൂണിറ്റി ഹോളിവെൽ ചർച്ചിൽ മലയാളം കുർബാനയും തുടർന്ന് പരിശുദ്ധ കുളം സന്ദർശനവും നടത്തപ്പെടും. കുർബാനയിൽ റെക്സം രൂപതയിലെ മറ്റു വൈദികരും പങ്കെടുക്കും.